സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്ത് നിങ്ങളുടെ ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോ എന്നാലും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നു, പക്ഷേ പറ്റിയില്ല. നിങ്ങൾക്ക് അറിയില്ല, അണ്ണൻ ഇപ്പോൾ കോളേജ് സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് വീഡിയോ ഒന്നും വരാത്ത. അല്ലാതെ അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഈ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് റീൽസിലെ കുറച്ച് അരവാദികൾ നോക്കാം. കുറേ ആണോ ഇപ്പോൾ ക്യൂ നിൽപ്പുണ്ട്, എല്ലാത്തിനും വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു ലൈക്ക് കൊണ്ട് അടിച്ചൊക്കെ നമുക്ക് നല്ല വീഡിയോയിലോട്ട് പോകാം. ആഹാ, ഓ ഇത് എന്റെ ദൈവമേ, ഇത് കഴിഞ്ഞാന്നേ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു. ഇത് ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ. ഇവിടെ ഇവനാരുടെ രേണുസുധീർ അമ്പുടുമാനാണോ? അമ്പുടുമാനെന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇത് രേണുസുധീർ സ്വന്തം പൊന്നാങ്ങളെയാ. അടുത്തൊരു കുഞ്ഞിരിപ്പുണ്ടായിരുന്നു, അതിന് വേണേ വാരി കൊടുത്ത് വേണമെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നത്, പക്ഷെ റീച്ച് കിട്ടത്തില്ല. പക്ഷെ അതല്ല ഞാൻ ഈ വീഡിയോ കത്ത് എന്തായാലും ഞാൻ നോക്കിയത്. പക്ഷെ ആ വീഡിയോ കത്ത് ആ റൂമിനകത്ത് ഒരു അമ്മച്ചിമാർ രണ്ടും കൂടി എന്തു ഈ കാണിക്കുന്നത്? ഇപ്പൊ ഇനി പ്രതീക്ഷയായിട്ടേക്ക് സന്തോഷമായി കാണും. കാരണം രേണു ചേച്ചി ബിഗ് ബോസിൽ നിന്ന് വന്നല്ലോ, പഴയ പോലെ റീലിനകത്ത് നീ കാണുമല്ലോ, അതുകൊണ്ട് ഹാപ്പി ആയി കാണും. അയ്യോ, അടുത്ത അക്കയുടെ വീഡിയോ തന്നെയായിരുന്നു വന്നത്. ഇത് ഏത് സ്റ്റെപ്പാ ഇതൊക്കെ? മറ്റേ പച്ച കളറിലെ മറ്റേ ഏരിയൻ ഉണ്ടല്ലോ, അത് തുള്ളിച്ചാടുന്ന പോലെ ഉണ്ട് കണ്ടിട്ട്. ആ സ്റ്റേജിൽ ആരെല്ലാം ഉണ്ട് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ. ആ ബിഗ് ബോസ് ഇന്ന് ലൈവായിട്ട് ഊക്ക് മേടിക്കുന്ന കാണാൻ, അല്ലെങ്കിൽ റീൽസിനകത്ത് ആരും കാണാൻ ഊക്ക് മേടിക്കുന്നതായിരിക്കും ആ കുറച്ചുകൂടെ നല്ലത്. എന്നാലും ചേച്ചിയെ ബിഗ് ബോസിനകത്തൊന്ന് പറഞ്ഞു വിട്ടു എല്ലാരും കൂടെ. ആ സമയത്ത് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാളയാർ പരമശിവമാണ് ഇത്. എന്ത് ഭാവിച്ചാണ് അനിയൻ എസ് ഐ ആണെന്നുള്ളത് ധൈര്യം വെച്ചിട്ടാണെങ്കിൽ പരമശിവത്തിന് ഒരു സ്പിരിറ്റ് പോലും വാളയാറിൽ കൂടെ ഒഴുകൂല. ഇത് പറയുന്നത് ബാലുദാമോർജിയാണ്, മനസ്സിലായ മോനെ? അവിടെ വാളയാർ പരമശിവം വാളയാറുടെ സ്പിരിറ്റ് എടുത്തിട്ട് കുറെ കാലങ്ങളായി. ഇന്നും ഇന്നലെ അവിടെ തുടങ്ങിയതല്ല. അത് നിന്നോടാണെങ്കിലും വെല്ലുവിളി എന്നൊന്നും പറയാനെങ്കിൽ ആദ്യം ഒന്നും പോയി പറയണം അലിൻ ജോസ് പെരേറെ. ഈ വീഡിയോ എല്ലാം കൂടി ഇവനൊക്കെ പിടിച്ചു കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ പറയാൻ വരുന്ന ഡയലോഗെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് പറ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. നീ നോക്കിക്കോ, സമയം 10-നും 10:30-ക്കുള്ളില് വാളയാറിലൂടെ 3 ലോറി സ്പിരിറ്റ് വണ്ടികൾ എന്റെ കടന്നു. 10-നും 10:30-ക്കും നിന്റെ 3 തുള്ളി മൂത്രം പോയെന്ന് പറഞ്ഞ ആരിലും ഒക്കെ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരുന്ന അത്രയ്ക്ക് ദഹിക്കണമെന്നില്ല. ഒരുത്തനവിടെ മീൻ പിടിക്കാൻ വേണ്ടി വലയൊക്കെ ഇവനിത് എന്തോ കാണിക്കുക. ക്യൂട്ടാണോ അണ്ണ ഉദ്ദേശിച്ചത്? ഇത് വേദ മീൻ പിടിക്കാൻ വീഡിയോ എടുത്ത് മാത്രം അപ്ലോഡ് ചെയ്യുന്നതാണ്. ആകെപ്പാട് അത് മാത്രമല്ല ആ വീഡിയോക്കകത്ത് നല്ലത്. ഇത് സംഭവം എന്താന്ന് കറക്റ്റായിട്ട് കാര്യം അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്തെന്ന് അറിയിച്ചേക്കണം. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല എന്ത് വല്ല കുഴപ്പമുണ്ടോ ഇവനൊക്കെ. ഇത് തുള്ളി ഓടി ചാടി നടക്കും. ഇത് സംഭവം എന്താന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞ. നമസ്കാരം, ഞാൻ രേണുസുധിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. വോട്ട് കൊടുത്താലും ഇല്ലെങ്കിൽ ബിഗ് ബോസിലും സമാധാനമില്ല, റീൽസിലും നമുക്ക് സമാധാനമില്ല. കണ്ടല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനങ്ങ് മിണ്ടാതിരുന്നോളാം. ക്യാമറ നോക്കി പറയണതല്ല, ക്യാമറ വെക്കണേ. മുരുകനോട് ആര് വന്നു പറയണം. അതിന്റെ അച്ഛൻ കഷ്ടോടെ അവനെ എന്തിനാണ് ഇങ്ങനെ എല്ലാരും കൂടി ഇട്ട് തെറി പറയുന്നത്? അവനോട് ക്യാമറ നോക്കാൻ എല്ലാരും പറഞ്ഞു, പക്ഷെ ഏത് ക്യാമറയിലോട്ടാ നോക്കണ്ടേന്ന് പറഞ്ഞില്ല. അവൻ ജന്മത്ത് വിചാരിച്ചു കാണത്തില്ല ഇങ്ങനെ ഒരു ലൂക്ക് അവന് കിട്ടുമെന്ന്. നമ്മളൊക്കെ ഒരു മാസത്തേക്ക് നെറ്റ് റീചാർജ് എന്തെങ്കിലും നല്ലത് കാണാൻ വേണ്ടിയായിരിക്കും, പക്ഷെ വരുന്നതൊക്കെ ഇത് ഞാൻ വഴി മാറി അങ്ങോട്ട് വന്നതാന്ന് തോന്നുന്നു. നീ മേലെ ഇങ്ങോട്ട് വരത്തില്ല. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് എന്തെങ്കിലും നല്ല കാര്യത്തിനും വല്ലതായിരിക്കും, പക്ഷെ മനുഷ്യൻ ഇറങ്ങിയിട്ടിരുന്ന് കാണിക്കുന്നത് ഇതിലെന്തുവാണോ സത്യം പറഞ്ഞ അണ്ണ നീ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല.
ആരാണ് പ്രതീക്ഷയോ? അപ്പുറത്ത് ആരാ നിക്കുന്നേ? ദോശേട്ടൻ കോഴിക്കോട് നേണ്ടു വന്ന് എത്ര നാളാണ് ഞാൻ കണ്ടിട്ട്. ഈ ട്രെൻഡ് എന്തായാലും സത്യം പറഞ്ഞാൽ ഇതോടെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. രണ്ടിന്റെ മുഖത്ത് ഞാൻ എന്തായാലും സങ്കടം കാണുന്നുണ്ട്. രേണുസുതി ഇല്ലാത്തതിന്റെ കുഴപ്പമില്ല, എല്ലാം സെറ്റ് ആകും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. നമ്മൾ എന്തായാലും റോഡ് ടു 12K സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്തായാലും എല്ലാവരും പെട്ടെന്ന് എന്തായാലും ആക്കി തരണം. പിന്നെ അടുത്ത വീഡിയോയുടെ കാര്യം എന്തായാലും ഞാൻ നിങ്ങളുടെ ഇപ്പോഴേ ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. വീഡിയോ അടുത്ത് വന്ന് എന്തായാലും സബ് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു ബെല്ല് വരെ അതും കൂടി ഞെക്കി എന്തായാലും ഓളാം. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത ഒത്തിരി ആൾക്കാർ ഇവിടെ കറങ്ങി അടിച്ച് നടപ്പുണ്ട്. എല്ലാവരും ചെന്ന് അവിടെ എന്തായാലും ഫോളോ ചെയ്തേക്കുക. ലിങ്ക് താഴെ കാണാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.